الشيطان الرجيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാന്യമായ ജീവിതം നയിക്കണമെന്നും നല്ല സ്വസ്ഥമായ ജീവിതത്തിലൂടെ ഈ ദുനിയാവിലെ ജീവിതം മുന്നോട്ട് പോയി നാളെ പരലോകത്ത് രക്ഷ നേടുന്ന ആളുകളായി മാറണമെന്നും കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. വളർന്നു വരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ വളരെ ഭയാനകരമായ ചില അന്തരീക്ഷങ്ങളിലൂടെ അല്ലെങ്കിൽ അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യ നമ്മുടെ പെൺകുട്ടികൾ വളരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണെങ്കിലും നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണർത്തിക്കൊടുക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി നിഷിദ്ധമാക്കപ്പെട്ട വിഷയങ്ങളെ ലാഘവത്തോടുകൂടി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ കോസ്മെറ്റിക്സിൻ്റെ വസ്തുക്കൾ, സൗന്ദര്യവർദ്ധന വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മുടെ മക്കൾ ഇന്ന് അതിര് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നിരന്തരം ക്യാമ്പസുകളിലും നമ്മുടെ വീട്ടിൽ നിന്ന് ബാഗും തോളിലേറ്റി രാവിലെ പോകുന്ന നമ്മുടെ മക്കളുടെ ബാഗിലുള്ള വസ്തുക്കൾ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ചുണ്ടുകൾ ചുവപ്പിച്ച് അല്ലെങ്കിൽ ചുണ്ടുകൾ കളറു മാറ്റി അതിനുവേണ്ടി പ്രത്യേകമായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഐലൈനറും അതുപോലെ തന്നെ ഉള്ള വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തി പൗഡർ തൻ്റെ ബാഗിലിട്ട്, അത്തരം വസ്തുക്കൾ ബാഗിലിട്ട്, ചെറിയ കണ്ണാടിയും ബാഗിലിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, തൻ്റെ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ചെറിയ മക്കൾ വരെ അത്തരം വസ്തുക്കൾക്ക് അഡിക്റ്റാണ്. വലിയ വലിയ വില കൊടുത്ത്, വലിയ വലിയ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന മുതലുകൾ ഇന്ന് നമ്മുടെ മക്കളുടെ കയ്യിൽ വളരെ ലാഘവത്തോടുകൂടി മക്കളത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും രക്ഷിതാവ് അറിയാതെ, ഉമ്മയും വാപ്പയും അറിയാതെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം ഒരു രക്ഷിതാവ് പണം കൊടുത്താലേ ഒരു കുട്ടിക്കത് വാങ്ങാൻ കഴിയുള്ളൂ. ചില്ലറ പൈസ കൊണ്ട് കിട്ടുന്ന വസ്തുക്കളല്ല ഇതൊന്നും. പക്ഷെ നമ്മുടെ മക്കൾ മുഖം മിനുക്കാൻ വേണ്ടി, മുഖത്ത് പുട്ടിയിടാൻ വേണ്ടി, അതേപോലെ തന്നെ മുഖത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുകയാണ്. ഇതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്നത് ആരാ? തികച്ചും നമ്മൾ ആലോചിക്കണം. ഉമ്മയറിയാതെ ഒരു പെൺകുട്ടി തൻ്റെ മുഖത്ത് സൗന്ദര്യ വസ്തു ഉപയോഗപ്പെടുത്തൂല എന്നുള്ളത് ഉറപ്പാണ്. വാപ്പറിയാതെ അത് വാങ്ങൂല എന്നുള്ളത് ഉറപ്പാണ്. ചില മക്കൾ ഇന്ന് ഉമ്മാനും വാപ്പാനും പൊട്ടത്തിയാക്കിയിട്ട് ജീവിക്കുന്ന മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ വെറും ഒരു ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കുന്ന, മക്കൾ എന്തുപയോഗിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നത് ചിന്തിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധ്യമല്ല. നമ്മൾ പറയും, എന്നോട് പണം ചോദിച്ചു, ഞാൻ പണം കൊടുത്തു, എന്താ മൗലവി കാട്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ച ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇത്തരം വിഷയങ്ങളെ പുരികം പ്ലഗ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. പുരികം പ്ലഗ് ചെയ്യുന്ന, പുരികം വെട്ടിമുറിച്ച് മാറ്റുന്ന, അല്ലെങ്കിൽ അത് പറിച്ചു കളയുന്ന, സൗന്ദര്യപ്പെടുത്താൻ വേണ്ടി തൻ്റെ പുരികത്തെ പ്ലഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്.
ശരീരത്തിൽ പച്ച കുത്തുന്ന, അല്ലെങ്കിൽ ഇന്ന് പച്ച കുത്തുന്നതിന് പകരം അതിന് സമാനമായ വസ്തുക്കളെ ശരീരത്തിൽ കളറുകൾ വർണ്ണ രൂപത്തിലുള്ള പച്ച കുത്തുന്നതിന് പകരം പതിപ്പിക്കുന്ന, അതിന് പറ്റുന്ന രൂപത്തിൽ പല പേരുകളിലും അറിയപ്പെടുന്ന വസ്തുക്കൾ ഇന്ന് ശരീരത്തിൽ പച്ച കുത്തി നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. ഇവിടെ മുസ്ലിം അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയില്ല. അവർക്ക് ഹലാലും ഹറാമും വേർതിരിക്കുന്നിടത്ത് അതിരുകൾ നിശ്ചയിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാനെന്ന് പറയുന്ന കുടുംബത്തിലെ അംഗങ്ങളെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ പറയുന്ന വിഷയം. ഇത് ഗൗരവമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിപ്പോകുന്ന കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ചാണ് ചർച്ച. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് അവർ അത് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ പെൺകുട്ടികൾ എന്തിനാണ് ഈ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, അന്യപുരുഷന്റെ കണ്ണിനെ മഞ്ഞളിപ്പിച്ച് തൻ്റെ അന്യപുരുഷന്മാരുടെ മുന്നിൽ തന്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കാനല്ലാതെ വേറെന്തിനാ? ചില പിതാക്കളുണ്ട്, ഇന്റെ കുട്ടി മോശമാണെന്ന് ഇനി നാട്ടുകാരുടെ കരുതണ്ട, അതുകൊണ്ട് ഓള് കുറച്ച് ഭംഗിയിലൊക്കെ നടന്നോട്ടെ എന്നതിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താ? ഞാൻ മതപരമായ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഭൗതികമായ അതിന്റെ ഗൗരവം എന്താണ് നമ്മൾ ബോധ്യപ്പെടണം. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിന്റെ ഉള്ളിൽ ചതഞ്ഞു കിടക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ പ്രിയമുള്ളവരെ? ഒരിക്കലില്ലല്ലോ. ഒരു വാപ്പി അത് കൊതിക്കൂലല്ലോ, ഒരു ഉമ്മ അത് ആഗ്രഹിക്കൂലല്ലോ. ഏതെങ്കിലും പ്രേമത്തിന്റെ ചാബല്യങ്ങളിൽ അകപ്പെട്ടുകൊണ്ട്, വൃത്തികേടുകളിൽ അകപ്പെട്ടുകൊണ്ട്, അതേ അത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്തയിൽ അകപ്പെട്ട് ഒരു കയറിന്റെ തുണ്ടിൽ ജീവനൊതുക്കുന്ന കുട്ടികളുടെ ജീവിതത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് ഏതെങ്കിലും നാടുകളിൽ കഴുകക്കണ്ണോടെ കാത്തിരിക്കുന്ന, കാമക്കണ്ണോടെ കാത്തിരിക്കുന്ന അതേ വൃത്തികെട്ട മനുഷ്യന്മാരുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ആ സൗന്ദര്യ വസ്തുക്കളെ ഉപയോഗിച്ച് പറഞ്ഞേക്കുമ്പോൾ ഇസ്ലാമികമായതിന്റെ വശം എന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, ഭൗതികമായി നമ്മൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിക്കണം. ലിബറലിസം തലയിൽ പേറി നടക്കുന്ന പല രക്ഷിതാക്കളും ഇന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചോദിക്കെന്താണെന്നറിയോ? അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു മിനിങ്ങി വിചാരിച്ചിട്ട് എന്താ കുഴപ്പം? അതിനിപ്പോ എന്താ തകരാറ്? അതിനിപ്പോ എന്താ അത്ര വലിയ പ്രശ്നം? ചാറ്റിംഗ് നടത്തി എന്ന് പറയുമ്പോഴും പറയാതാ, അതിനിപ്പോ എന്താ തകരാറ്? അന്യ പുരുഷരും അന്യ സ്ത്രീയും ഒന്ന് നോക്കിപ്പോയപ്പോ എന്താ കുഴപ്പം? 5 വക്ത് നിസ്കരിക്കണം വാപ്പാന്റെ മറുപടി. അത് 5 നേരം നിസ്കരിക്കുന്ന അതേ ദീനിന്റെ അടയാളം പ്രദർശിപ്പിച്ച് നടക്കുന്ന പിതാവിന്റെ പ്രതികരണമാണിത്, ഉമ്മയുടെ പ്രതികരണമാണിത്. സഹോദരങ്ങളെ, മാറണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, മാറ്റണം നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലയും. ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മൾ മടങ്ങണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ ഹദീസുകളിലും നമുക്ക് കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരികം പ്ലഗ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സഹോദരങ്ങളെ ശരീരത്തിൽ പച്ച കുത്തുന്നതിനെ കുറിച്ചും ഇതേപോലെ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിയെ മാറ്റുന്നതിനെ കുറിച്ചുമൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിവരിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നൽകിയ മറുപടികൾ, കൃത്യമായി നൽകിയ ഹദീസുകൾ നോക്കൂ നിങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ലഅനല്ലാഹുൽ വാശിമാത്തിൽ മുസ്തൗശിമാത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരെയാണെന്ന് ശപിച്ചത്? അൽ വാശിമാതി വൽ മുസ്തൗശിമാത്ത്. ശരീരത്തിൽ പച്ച കുത്തുന്ന സ്ത്രീകളെയും പച്ച കുത്താൻ പ്രേരിപ്പിക്കുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. മനസ്സിലായോ? ശരീരത്തിൽ പച്ച കുത്തുന്ന സ്ത്രീകളെ, പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നതിന് സമാനമായ വസ്തുക്കൾ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട്. സഹോദരങ്ങളെ, അത്തരം വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും അതേപോലെ തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ അതിന് തുണന്നു കൊടുക്കുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നാമിസ്വാതി വൽ മുതനമ്മിസാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പുരികം പ്ലഗ് ചെയ്യുന്ന, പുരികം മുറിച്ചു കളയുന്ന സ്ത്രീകളെയും അത് പ്ലഗ് ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പഠിപ്പിച്ചത് മുത്തഫല്ലിജാത്ത് എന്ന് പറഞ്ഞാൽ
പല്ലുകൾ ഈർന്നു വെക്കുന്ന, അതേ വലിയ പല്ലുകളെ ചെറിയ പല്ലുകളായി പ്രായം കൂടിയ സ്ത്രീകൾ തന്റെ പ്രായം കുറച്ചു കാണിക്കാൻ വേണ്ടി ശരീരത്തിലെ പല്ലിനെ രാകുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഈ ഹദീസിൽ സ്ത്രീകളെ സംബന്ധിച്ചാണ് കൂടുതൽ പരാമർശവും. എന്തേ പുരുഷന്മാർക്ക് അനുവദനീയാണെന്നോ? അല്ല, പുരുഷന്മാർ ഇത് കൂടുതൽ ചെയ്യാറില്ല എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ എടുത്തു പറഞ്ഞു, ഇതൊരു പുരുഷനാണ് ചെയ്യുന്നതെങ്കിലും ഇസ്ലാമിക വിധി ഇത് തന്നെയാണ്. അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ട്. പച്ചകുത്തുന്ന സ്വഭാവം പുരുഷനാണെങ്കിൽ ഈ വിധി പുരുഷനുണ്ട്. പുരികം പ്ലഗ് ചെയ്യുന്ന സ്വഭാവം പുരുഷനുണ്ടെങ്കിൽ ഈ വിധി പുരുഷനും ബാധകമാണ്. പല്ലിരാകുന്ന സ്വഭാവം ഒരു പെണ്ണിന് മാത്രമല്ല ഒരു പുരുഷനുണ്ടെങ്കിൽ ഈ ഹദീസ് പെണ്ണിലേക്കും ബാധകമാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പഠിപ്പിക്കുന്ന വാചകം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലിൽ ഹുസ്നിൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, ലിൽ ഹുസ്നിൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്. എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണത് തെറ്റായത്? എന്തുകൊണ്ടാണത് തിന്മയായത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലിൽ ഹുസ്നിൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, സൗന്ദര്യം വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതിയെ മാറ്റം വരുത്തുന്നവരാണവർ. ശ്രദ്ധിക്കണേ, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടി വൈഭവത്തെ ആ സൃഷ്ടി വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ലിൽ ഹുസ്നി എന്നാണ്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ നന്നാക്കുക, അതിനെ നല്ലതാക്കാൻ, അല്ലെങ്കിൽ അത് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി. അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്. സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയ. അതിലിപ്പോ മാറ്റം വരുത്തലുണ്ടോ? അങ്ങനെ മാറ്റം വരുത്തിയാൽ എന്താ തകരാറ് എന്നാ ചില ആൾക്കാരുടെ ചോദ്യം. അതിലിപ്പോ മാറ്റം വരുത്തിയാൽ എന്താ തകരാറെന്നാ? ശ്രദ്ധിച്ചു കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണല്ലോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞപ്പോ ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് അതിന് തെളിവ്? റസൂലുള്ള പറഞ്ഞു തന്നെയാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ശപിക്കുന്നത്, ഇങ്ങനെ ഉപയോഗിക്കുന്ന, പുരികം പ്ലഗ് ചെയ്യുന്ന, പല്ലിനെ രാകുന്ന, അതേപോലെ തന്നെ പച്ചകുത്തുന്ന ഇതുപോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, റസൂലുള്ള ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണ് ചോദിച്ചു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടപ്പോ ഇബ്നു മസ്ഊദിനോട് പറയാ, നിങ്ങളുടെ ഭാര്യ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട്, നിങ്ങളുടെ ഭാര്യ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്റെ ഭാര്യ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അവൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ചു. ഇബ്നു മസ്ഊദിന്റെ ഭാര്യ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് ഇബ്നു മസ്ഊദിനോട് വന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഭാര്യ അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ഞാൻ അവളെ ത്വലാഖ് ചൊല്ലും, ഞാൻ അവളെ മൊഴി ചൊല്ലും, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാണ് ഇസ്ലാമിലെ വിധികൾ. ഇതിന്റെ ഗൗരവത്തെ റസൂലുള്ള ബോധ്യപ്പെടുത്തുക. നമ്മളെ പെൺകുട്ടികൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പെൺകുട്ടികൾ ഏതെങ്കിലും ഷോപ്പുകളിൽ ചെന്ന് തന്റെ പുരികം പ്ലഗ് ചെയ്തൊക്കെ വരുമ്പോ മൗനം പാലിക്കുന്ന രക്ഷിതാക്കളോട് ഇസ്ലാമിന്റെ വിധിയെക്കുറിച്ച് അറിയണം. നമ്മുടെ മക്കൾ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ശരീരത്തിലെ പ്രകൃതിയെ മാറ്റുന്ന, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടി വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്ന സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ അവർ പിശാചിന്റെ വലയിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പിശാച് ശൈത്താൻ പറഞ്ഞതായി അല്ലാഹു പറയുകയാണ്. അല്ലാഹുമായി വെല്ലുവിളി നടത്തിയ പിശാച് ഏറ്റവും വലിയ തിന്മയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്നവനാണ് ഇബ്ലീസ്. ആ ശൈത്താൻ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലഅമുറന്നഹും. ഇബ്ലീസ് പറഞ്ഞു, ശൈത്താൻ പറഞ്ഞു, ലഅമുറന്നഹും, ഞാൻ അവരെ കൽപ്പിക്കും, ഞാൻ അവരോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഫലയുഗയ്യിറന്ന ഖൽഖല്ലാഹ്, അപ്പൊ അവര് സ്വാഭാവികമായി ഞാൻ കൽപ്പിച്ചാൽ അവരെന്ത് ചെയ്യും?
ഫലയുഗയ്യിറന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ അവർ മാറ്റം വരുത്തും. ഇബ്ലീസ കൽപ്പിക്കുക സൃഷ്ടി വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരിയെ നമ്മൾ നോക്കണം, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരെ നമ്മൾ നോക്കണം, നമ്മുടെ മക്കളെ നമ്മൾ നോക്കണം, നമ്മുടെ ഉമ്മമാരെ നോക്കണം. സൗന്ദര്യ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളോട് ഇസ്ലാം കാണിക്കുന്ന നിബന്ധന, സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, പുരുഷന്റെ മുന്നിൽ ഒരു പെണ്ണ് ചമഞ്ഞ ഒരുങ്ങണമെന്നാണല്ലോ ഇസ്ലാമിന്റെ വിധി, തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങണമെന്നാണല്ലോ വിധി. അങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? പുരികം പ്ലഗ് ചെയ്യാൻ പറ്റുമോ? അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഇത്തരത്തിലുള്ള സൗന്ദര്യ വസ്തുക്കളെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നതാണ് മറുപടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്നറിയോ? ആ സ്ത്രീ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു, തൻ്റെ മകളെ കല്യാണം കെട്ടിച്ചു കൊടുത്തു. അപ്പൊ തൻ്റെ മരുമകൻ മകളോട് ആവശ്യപ്പെടുന്നത്, ആ പെൺകുട്ടിക്ക് മുടി കുറവാ, നീളമുള്ള മുടിയില്ല, മുടി കൊഴിഞ്ഞു പോകുന്ന പിന്നെ ഒരു പ്രശ്നമുണ്ട് ആ പെണ്ണിന്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് മുടി കുറവായതുകൊണ്ട് തൻ്റെ മരുമകൻ ആ മകളുടെ മുടിയുടെ വിഷയത്തിൽ ഉമ്മയോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് കുറച്ച് നീളമുള്ള മുടി വെച്ചു കൊടുക്കണം, വെപ്പുമുടി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്ത്രീ വന്നു, അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു, ഇങ്ങനെ മുടി വെക്കാൻ വേണ്ടി എൻ്റെ പിന്നെ മകളുടെ ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ എന്തു ചെയ്യണം? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല ലാ, പറ്റൂല, അത് പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നഹു ഖദ് ലുഇന മൂസിലാത്ത്, അങ്ങനെ വെപ്പുമുടി വെക്കുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അങ്ങനെ മുടി വെക്കുന്നവരെ, വെപ്പുമുടി വെച്ച് തന്റെ സൗന്ദര്യത്തെ അള്ളാഹു കൊടുത്തതിന് പകരം മറ്റൊന്ന് ഫിറ്റ് ചെയ്ത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം, തന്റെ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയാണ് ആ പെണ്ണ് റസൂലിനോട് ചോദിച്ചത്. ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള റിപ്പോർട്ടാണ്, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നിനെയും തന്റെ ഭർത്താവിന്റെ മുന്നിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വിഭാഗമാണ് പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഹദീസ് നമ്മൾ എത്ര കേട്ടതാ? തന്റെ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഒരു പെണ്ണ് ജീൻസ് പാന്റും ടീഷർട്ടും ധരിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നതാണ് വിധി. അള്ളാഹു നിഷിദ്ധമാക്കിയ വസ്തുക്കളെ ഒരിക്കലും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. മൊത്തത്തിൽ നിഷിദ്ധമാക്കിയതാണെങ്കിൽ അത് ഏത് മേഖലയിലും ഹറാമാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മാറണം. ഇനി നിങ്ങൾ ആഴ്ചയ്ക്ക് പുറത്തിറങ്ങുന്ന ഒരു പെണ്ണ് എന്തിനാണ് ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നതും ഇങ്ങനെ ഈ രൂപത്തിലേക്ക് പോകുന്നതും? എന്തിനാണ്? മുഖത്ത് പുട്ടിയിട്ട് പുരികം പ്ലഗ് ചെയ്ത് ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് ലിഫ്റ്റിക്കിട്ട് ചെറിയ ഹാൻഡ് ബാഗും തൂക്കിപ്പിടിച്ച് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണിന്റെ മനസ്സിലെ നിയ്യത്തെന്താ? അന്യപുരുഷന്മാർ നോക്കണം, അന്യപുരുഷന്മാർ എന്നെ കണ്ട് മയങ്ങണം. ഇത് തന്നെയാണ് സിനയുടെ, വ്യഭിചാരിണിയുടെ ദുസ്വഭാവമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിച്ചല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫലാ തഖറബുസ് സിന വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് സാധ്യതയുള്ള, വ്യഭിചാരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മന്ത്രിക്കുന്ന ഒരു മേഖലയിലേക്കും നിങ്ങൾ അടുത്തു പോകാൻ പാടില്ല. എന്തേ കാരണം? ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വ്യഭിചാരം വൃത്തികെട്ട മ്ലേച്ഛമായ ഏർപ്പാടാണ്. അതുകൊണ്ട് ഫലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. വസ്ത്രം ധരിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉൻ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട്, ഖാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്ത്,
റൂസഹുന്ന കഅസ്ലിമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട് വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവളെ പോലെ. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ കണ്ട വസ്ത്രം ധരിക്കാത്തവളെ പോലെ. റൂസഹുന്ന കഅസ്ലിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിളകുന്നത് പോലെ മുടിയൊക്കെ ഇങ്ങനെ ഉയർത്തിക്കെട്ടി ശരീരത്തിൻ്റെ ഭാഗങ്ങളെ ഇളക്കി നടക്കുന്ന പെണ്ണ്. ലാ യദ്ഖുലുൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല വലാ യജിദുന റീഹഹാ, ആ സ്വർഗത്തിൻ്റെ വാസന പോലും ആ പെണ്ണിന് കിട്ടൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള വിഷയ. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. നമ്മുടെ മക്കൾക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്ന വസ്ത്രം, നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്ന വസ്ത്രം ഇസ്ലാമിക വേഷമാണോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തോടെ നമ്മളെ ഉണർത്തിയ ഗൗരവപ്പെട്ട വിഷയമായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാം ഗൗരവമായി വിലക്കിയ വസ്തുക്കളെ ഇന്ന് ലാഘവത്വത്തോടുകൂടി നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാർ, സഹോദരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഗൗരവത്തെയാണ് ഓർമ്മപ്പെടുത്തിയത്. ഒരു പിതാവിൻ്റെ റോള് വഹിക്കണം വീട്ടിൽ. വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പം നമ്മൾ മകളൊന്ന് ഉഷാറാവട്ടെ, നാലാൾ ഓള് ഉഷാറാണ്, അല്ലെങ്കിൽ കുറച്ച് ഭംഗിയുള്ള കുട്ടിയാണെന്ന് കാണട്ടെ, അങ്ങനെങ്കിലുമൊക്കെ കല്യാണം കഴിഞ്ഞ് പോട്ടെ എന്നൊക്കെ ആർക്കെങ്കിലും നീയത്തുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മാന്യതയുള്ളൊരു കുടുംബത്തിലേക്ക് അത്തരം പെൺകുട്ടിക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാന്യതയുള്ളൊരു കുടുംബത്തിലേക്ക് ആ പെണ്ണിനെ ആലോചിച്ച് ആരും വരില്ല. ഇനി ആരും വന്നാൽ തന്നെ ആരെവിടെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ പറയെന്താ, ഇത്തിരി വശപേശക, അങ്ങനെ പറയാ. കുട്ടിക്കോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവളിങ്ങനെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിക്കുന്നൊരു പെൺകുട്ടിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആളുകൾ ചർച്ച ചെയ്യുന്നതും നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ വീഴുന്ന മാർക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. അത് ഭൗതികമായ വിഷയമാണ്, പക്ഷെ മതപരമായ വിഷയം അതിൻ്റെ ഗൗരവമാണ്. അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇന്ന് വളർന്നു വരുന്ന മക്കൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോണത്. എന്നിട്ട് അവിടെ അന്യപുരുഷന്മാരുടെ കൂടെ കൊഞ്ചിക്കുഴയാനും ലാഘവത്വത്തോടുകൂടി ഇത്തരം വിഷയങ്ങളെ കണ്ട് കൂടെ ഇരിക്കാനും കൈപിടിക്കാനും, അതെ, പ്രേമത്തിൻ്റെ ഇത്തരം കുരുക്കുകളിൽ അകപ്പെടുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം. അതിനൊക്കെ പറഞ്ഞാൽ അതിലിപ്പോൾ എന്താ ഇപ്പോൾ കുഴപ്പം, അതിലിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അവർ തമ്മിൽ ഫ്രണ്ട്സല്ലേന്നാ, അവർ ഫ്രണ്ട്സല്ലേന്നാ, കസിൻ ബ്രദേഴ്സ് അല്ലേന്നാ, അവർ ബ്രദറുമാരാണ്, അങ്ങനെ പോട്ടെ എന്നുള്ള. എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ മഹറമല്ലാത്ത കുട്ടികൾ, ആൺകുട്ടികളുടെ കൂടെ പെൺകുട്ടികൾ കുഴഞ്ഞാടുന്നത് നമുക്കൊരു പ്രശ്നമല്ല. ഇസ്ലാം വിധിച്ചത് കുടുംബത്തിലാണെങ്കിലും പറ്റില്ല, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആ വിഷയത്തിൽ ഗൗരവമുണ്ടെന്ന് അള്ളാഹു പഠിപ്പിച്ചു. കണ്ണുകൊണ്ടുള്ള നോട്ടത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആയത്തോതി പഠിപ്പിച്ചു. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം അവരോട്, ലിൽ മുഅ്മിനാത്തി, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുൽ നബി അവരോട് പറഞ്ഞു കൊടുക്കണം, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരോട് അവരുടെ കണ്ണിനെ താഴ്ത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കൂ നബിയേ. വയഗ്ളൂ, നോക്കൂ നിങ്ങൾ, വയഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാനും അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. കണ്ണിനെ താഴ്ത്താൻ പറയാന്നാ പറഞ്ഞത്, താഴ്ത്തണം, നോട്ടത്തെ നിയന്ത്രിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തുടർന്ന് ആയത്തിറക്കി കൊടുത്തത് മുഅ്മിനാത്തുകളോടാണ്. ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന.
മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കൂ നബിയേ, യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന, അവരോട് അവരുടെ കണ്ണിനെ താഴ്ത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കൂ നബിയേ, വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാനും അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. എന്തുണ്ടായാൽ നോട്ടം വ്യഭിചാരത്തിലേക്ക് നയിക്കുമെന്നർത്ഥം. വ്യഭിചാരത്തിലേക്ക് നയിക്കും. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര പോവുക. ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നൊരു സ്ത്രീ വന്ന് ഫത്വ ചോദിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ പറയുമ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പുരുഷനാണ്. ആ സ്ത്രീയെ നോക്കി. ആ സ്ത്രീ ഫദ്ൽ ഇബ്നു അബ്ബാസിനെയും നോക്കി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെ തല പിടിച്ച് തിരിച്ചു. നിന്റെ നോട്ടം നീ അങ്ങോട്ട് തിരിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കൂടെ അലി റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ഒരു പെണ്ണ് നടന്നുപോയി. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. റസൂലുള്ളാഹി മിണ്ടിയില്ല. രണ്ടാമത്തെ തവണയും പോയി. പിന്നെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. രണ്ടാമത്തെ തവണയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, യാ അലി, അലിയേ, ലാ തുത്ബഇൻ നദറതൻ നദറ, തുടരെ നീ നോക്കരുത് അലി, ഫഇന്നഹു ലകൽ ഊലാ വലൈസ ലകൽ ആഖിറ, ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദിച്ചതാണ്, തുടരെയുള്ള നോട്ടം നിനക്ക് വിലക്കിയതാണ്. അങ്ങനെ നീ തുടരെ നോക്കിയാൽ നിന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കും അലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുന്നത് ഹദീസിൽ കാണാം. സ്വഹാബികളോടെ കാത്തു സൂക്ഷിച്ചു. നമ്മളൊരെന്താപ്പം നോക്കിയാ കുഴപ്പം, എന്താപ്പം ഇത്ര വലിയ പ്രശ്നം, അത് നമ്മൾ ഉണ്ടാക്കണതാ, അത് നമ്മക്കങ്ങനെ തോന്നുക. ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ അതിനൊരു ലാഘവത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നതാണ്. അതിൽ ഗൗരവമുണ്ട്. അത് എളാപ്പാന്റെ മക്കളാണെങ്കിലും മൂത്താപ്പാന്റെ മക്കളാണെങ്കിലും അവിടെയൊക്കെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെ മാനിക്കണം, അത് പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ തൊട്ടുരുമുന്നത്, കൂടെ ഇരിക്കുന്നത്, ബൈക്കിന്റെ പുറകിലിരുന്ന് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ കയറിപ്പോകുന്നു. അത് കണ്ട വാപ്പാക്കത് ഫ്രണ്ട്സാ വാപ്പ, എന്നാ കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ലിബറലിസം തലയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുതിബ അലാ ഇബ്നു ആദമ നസീബുഹു മിനസ്സിന മുദ്രിക ദാലിക ലാ മഹാല. വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ചില അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചു. അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അന്നദർ, അത് നോട്ടമാണ്, ഹറാമ കാണലാണ്. വൽ ഉദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാ, കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഇസ്തിമാ, ഹറാമ കേൾക്കലാണ്. വൽ ലിസാനി സിനാഹു അൽ കലാം, അതേ നാവ് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കലാം, സംസാരമാണ്, ഹറാമ സംസാരിക്കലാണ്. വൽ യദു സിനാഹാ അൽ ബത്ഷ്, കൈ കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ബത്ഷ്, അത് പിടിക്കലാണ്, ഹറാമിനെ പിടിക്കലാണ്, തൊടലാണ്, അന്യ സ്ത്രീ അന്യ പുരുഷനെ തൊടലാൻ, അങ്ങനെ സ്പർശനങ്ങൾ നടക്കലാൻ. വർരിജ്ലു സിനാഹാ അൽ ഖുതാ, കാല് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് നടന്നു നീങ്ങലാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൽബു യഹ്വാ വയതമന്നാ, ഖൽബ് മനസ്സാണതിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് യുസദ്ദിഖുഹു ദാലിക അൽ ഫർജു ഔ യുകദ്ദിബുഹു, അവന്റെ ഗുഹ്യസ്ഥാനമാണ് അത് സത്യപ്പെടുത്തുന്നതും അസത്യപ്പെടുത്തുന്നതും. അതുകൊണ്ട് നോട്ടത്തിലൂടെ വ്യഭിചാരത്തിലേക്കെത്തും, നടത്തത്തിലൂടെ വ്യഭിചാരത്തിലേക്കെത്തും, പിടുത്തത്തിലൂടെ വ്യഭിചാരത്തിലേക്കെത്തും, സംസാരത്തിലൂടെ വ്യഭിചാരത്തിലേക്കെത്തും, അതേ സഹോദരങ്ങളെ കേൾവിയിലൂടെ വ്യഭിചാരത്തിലേക്കെത്തും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വ്യഭിചാരത്തിന് സാധ്യതയുള്ള സകല മേഖലകളെയും
ഇസ്ലാം കൊട്ടിയടച്ചു. അതുകൊണ്ട് ചാറ്റിങ്ങുകൾക്ക് നിബന്ധനകളുണ്ട്. വാട്സാപ്പിലൂടെ അന്യ പുരുഷനുമായി അന്യ സ്ത്രീയുമായി ചാറ്റിംഗ് നടത്തുന്നതിൽ നിബന്ധനകളുണ്ട്. ഒറ്റക്കിരിക്കുന്നതിൽ നിബന്ധനകളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച സകല മര്യാദകളെയും കാറ്റിൽ പറത്തി ജീവിക്കുന്ന മക്കളോട്, മാതാപിതാക്കളെ, നമുക്ക് ഗൗരവമായി നമുക്ക് പലത് പറയാനുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ഗൗരവം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണർത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇഹലോകവും പരലോകവും മക്കൾക്ക് നഷ്ടമാകും എന്ന ഓർമ്മ നമ്മുടെ കൽബിൽ നിരന്തരം ഉണ്ടാവണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമുണ്ട്. അള്ളാഹു ഹലാലായ മാർഗത്തിൽ ഇടപാടുകൾ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ സമ്പാദ്യത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാനും നാളെ റബ്ബിന്റെ കോടതിയിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അണിനിരക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വളർന്നു വരുന്ന നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നമ്മുടെ മക്കളായി വളരാൻ, ആ മക്കൾക്ക് ദീനിനെ കുറിച്ചുള്ള ബോധം അള്ളാഹു കൽബിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന കുടുംബത്തിൽ അംഗങ്ങളായി മാറാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.